പ്രിയപ്പെട്ടവരെ, ഹജ്ജ് തീർത്ഥാടനത്തിന് നമ്മുടെ ഒരുപാട് സഹോദരന്മാരും ഒരുങ്ങുകയാണ്. മിക്കവാറും ആളുകൾ വയസ്സായ ആളുകളായിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് രാജ്യം വിട്ടു പോകുന്നവരായിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര അധികം ലോങ് യാത്രയും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും ആയിരിക്കും. ഇത്തരം ആളുകൾ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവർക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. ആമുഖമായിട്ട് തന്നെ പറയട്ടെ, 2016 മുതൽ ഹജ്ജിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം അവിടെ എത്തിപ്പെടില്ല എന്ന് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ലാസ്റ്റ് ഈ 2-ാം തീയതി ഉംറക്ക് പുറപ്പെടേണ്ട ആളായിരുന്നു. അന്നാണ് യുദ്ധം വന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നവർ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെയും അവിടെ എത്തിക്കുന്നതിനുണ്ടാവണേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ട ആരോഗ്യ നിർദ്ദേശങ്ങൾ തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കണം. വേറൊരു രാജ്യത്ത് വേറൊരു കാലാവസ്ഥയിൽ, ചൂടുള്ള കാലാവസ്ഥയിൽ AC ഇട്ട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹജ്ജിന് സാധാരണ പോകുന്നത് യുവാക്കളല്ല, കുട്ടികളുമല്ല, വയസ്സായവരാണ്. വിശിഷ്യ വല്ലാതെ യാത്രയൊന്നും ചെയ്യാത്തവരായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ആദ്യം അവരുടെ ശ്രദ്ധയിലേക്ക് നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളും യുവാക്കളും ന്യൂജനുമാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. ഒന്നാമത്, നിങ്ങൾ എന്തൊക്കെയാണോ മരുന്ന് കഴിക്കുന്നത് ആ മരുന്നുകളെല്ലാം ഡോക്ടറോട് പറഞ്ഞ് 2 മാസത്തെങ്കിലും കരുതുക. നമ്മളുടെ ഹജ്ജ് എന്നുള്ളത് 1.5 മാസത്തിനാണ്, ശരി. പക്ഷേ നമ്മൾ ഏത് സാഹചര്യത്തെയും അതിജയിക്കണം. യുദ്ധമാണ്, വിമാനം വൈകിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവശ്യ വസ്തുക്കളായിട്ടുള്ള മരുന്ന് പോലെയുള്ളവ കിട്ടാൻ വൈകരുത്. അപ്പം നിങ്ങൾ ഷുഗറിന് ഗുളിക കുടിക്കുന്നവരാണെങ്കിൽ, അറ്റാക്കിൻ്റെ ഗുളിക കുടിക്കുന്നവരാണെങ്കിൽ, കിഡ്നി രോഗത്തിൻ്റെ ഗുളിക കുടിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ 2 മാസത്തിനെങ്കിലും കൈവശം വെക്കുക. അങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും മരുന്ന് എത്തിക്കാനുള്ള സമയം കിട്ടും. പിന്നെ നിങ്ങൾ കരുതുന്നത് നാട്ടിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ എന്നുള്ളത്. അതുപോലെ അവിടെ ഒറ്റയടിക്ക് ആശുപത്രി ഉണ്ടാവില്ലേ എന്ന്. ചിലപ്പോൾ ആ ബ്രാൻഡ്, ആ കണ്ടൻറ്റ് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ പൈസയുടേതായിരിക്കും. ചിലപ്പോൾ ഒരേ കണ്ടൻ്റ് ആയിരിക്കും. ആ കണ്ടൻറ്റ് പുതിയൊരു കമ്പനിയുടെ ഇതിലിറങ്ങുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് പിടിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ അവൈലബിൾ ആയ മരുന്ന് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മരുന്ന് വെക്കുക. ഈ മരുന്നുകളുടെ കാര്യം തന്നെ, ചില മരുന്നുകൾ മറ്റു രാജ്യങ്ങളിൽ കിട്ടില്ല, ഇവിടെ കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മരുന്നാണെങ്കിലോ ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ട്, ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, എൻ്റെ മരുന്നുകൾ എഴുതി തരുമെന്ന് പറയുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള കുറിപ്പടി, ഡോക്ടറുടെ എഴുത്ത്, ഇന്ന രോഗിയാണ്, ഇവർക്ക് ഇന്ന രോഗമുണ്ട്, അതിന് ഇത്ര കാലത്തിന് ഇന്ന മരുന്ന് കുടിക്കണം, അതുകൊണ്ട് ഈ മരുന്ന് കൊണ്ടുപോകണം എന്ന് എഴുതി വാങ്ങുക. ഡോക്ടറോടും പറയാം സൗദി അറേബ്യക്കാണ് പോകുന്നത് എന്ന് ഡോക്ടർക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നേ ഡോക്ടർ എഴുതുള്ളൂ. അതിൻ്റെ ബില്ലും എല്ലാ ഡോക്യുമെൻസും നിങ്ങളുടെ പാസ്പോർട്ട് ബാഗിൽ ഭദ്രമായിട്ട് വെക്കുക. ചിലരെന്താ ചെയ്യാറുണ്ട്, മരുന്നൊക്കെ നിങ്ങളുടെ ലഗേജ് ബാഗിൽ വെക്കും, അതിൻ്റെ ഒപ്പം തന്നെ ആ റെസീറ്റും ബില്ലും വെക്കും. അപ്പോൾ നിങ്ങളെ പരിശോധനയുടെ സമയത്ത് അത് വേറെയായിരിക്കും പോവുക. നിങ്ങളുടെ കയ്യിലാണ് പാസ്പോർട്ട് ബാഗ് ഉണ്ടാവുക, അതിലാണ് ഈ മരുന്നിൻ്റെ ചീട്ട് വെക്കേണ്ടത്. രണ്ടാമത്, മരുന്ന് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ഡോക്ടർമാരെ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ ഡോക്ടർ ഒരാഴ്ചക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ടാകും, അതിൻ്റെ കുറിപ്പടി തന്നിട്ടുണ്ടാവും, നിങ്ങൾ 2 ആഴ്ചക്കുള്ള കൊണ്ടുപോകുന്നുണ്ടാവും. അതല്ലെങ്കിൽ വേറൊരാളുടെ മരുന്ന്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പോവുകയാണെങ്കിൽ 2 മരുന്ന് ഒരാളേക്കും രേഖ വേറെ ആളേക്കും ആയിരിക്കും. അങ്ങനെയും ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചിലപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ വീട്ടിൽ നിന്ന് തന്നെ ഏട്ടൻ്റെയും അനിയൻ്റെയും കുട്ടികളാവും പോകുന്നത്. മരുന്നൊക്കെ ഒന്നിച്ചേക്കാർ അവർ പാക്ക് ചെയ്ത് വെക്കുക. പക്ഷേ അവർ താമസം വേറെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നിടത്ത് വേണം നിങ്ങൾ ഈ മരുന്ന് വെക്കാൻ. പറ്റുകയാണെങ്കിൽ 10 ദിവസത്തെ പാക്കാക്കിയിട്ട് വെക്കുക. ഏതെങ്കിലും ഒരു ബാഗ് പോയാലും, ഏതെങ്കിലും ഒരു യാത്രയിൽ ഈ മരുന്ന് അവിടെ ഇവിടെയും വെച്ചാലും, ചിലപ്പോൾ ഒരു റൂം മാറി മിനയിൽ വന്നു അവിടെ താൽക്കാലിക ടെൻറ്റിൽ വെച്ച് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ മറന്നു പോയാലും മുഴുവൻ മരുന്ന് പോവില്ല. ആ രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞാൽ, നിങ്ങൾ ഡോക്ടർ എഴുതിയ മരുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ വേറെ ആരും മരുന്ന് വാങ്ങി വലിച്ച് കൊണ്ടുപോകാൻ നിൽക്കരുത്. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അവരുടെ മരുന്നും നിങ്ങളുടെ ഈ ലെറ്ററും കൊണ്ടുപോയാൽ എയർപോർട്ടിൽ കസ്റ്റംസിൽ ചോദിക്കുമ്പോൾ പ്രയാസം വരും. അന്യരാജ്യമാണ്, നിങ്ങൾ കേൾക്കുന്ന പലർക്കും ഇതൊരു ചിരി വരും. ഇത് നമ്മളെ ഉമ്മമാർ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഒരു ചെറിയ അനുഭവം പറഞ്ഞുതരാം.
എൻ്റെ കുടുംബത്തിലൊരു വല്യമ്മ ഉംറക്ക് പോയിട്ട് അവിടെ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങളിവിടെ വിമാനം ഇറങ്ങി, നിങ്ങൾ പറഞ്ഞ പോലെയല്ല, ഇവിടെ നല്ല തണുപ്പാണ് എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഉമ്മ ഫോൺ ചെയ്യുന്നത്. ഉമ്മാനെ സംബന്ധിച്ച് എന്താണ്, സൗദിയിലെത്തി, വിമാനം ഇറങ്ങി, പക്ഷെ ഇവിടെ ചൂടില്ല, ഭാഗ്യമാണ്, നിങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച പോലെയല്ല, ചൂടില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അവർക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ അവരെ പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഉള്ള നേരം എന്നെ ട്രോളാൻ നിൽക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെയാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശാരീരിക അധ്വാനം ആവശ്യമുള്ളൊരു സംഗതിയാണ്. തവാഫ് ഉണ്ടാവും, സഅയ് ഉണ്ടാകും, മിനയിലെ താമസം ഉണ്ടാകും, നടത്തുണ്ടാകും, അതുപോലെ ജമാഅത്ത് നമസ്കാരത്തിന് വക്തിൽ നിന്ന് റൂമിലേക്കുള്ളത്, തഹജ്ജുദിനുള്ള നടത്തങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നന്നായിട്ട് കുറക്കണം. വരുന്ന രോഗങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ ഭാരമൊക്കെ നമുക്ക് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിച്ച് നമ്മളുടെ ശാരീരിക ക്ഷമത നമുക്ക് ഉയർത്താൻ പറ്റും. മൂന്നാമത് പറയാനുള്ളത്, നന്നായിട്ട് നമ്മളുടെ സ്ലീപ്പിംഗ് സൈക്കിൾ, ഉറക്കം ശരിയാക്കി കൊണ്ടുവരണം. പലർക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒച്ച കേട്ടാൽ ഉറങ്ങൂല, അല്ലെങ്കിൽ 12 മണിയായാലേ ഉറക്കം വരുള്ളൂ, അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ നിന്ന് കുറച്ച് കട്ടൻ ചായ കുടിച്ചാലേ ഉറങ്ങുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ശരിയാക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ 10 ദിവസം കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല, പറ്റുന്നത്ര അത് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു സംഗതി, നല്ലോണം വെള്ളം കുടിക്കുക. ഒട്ടുമിക്ക ആളുകൾക്കും രോഗം വരാനുള്ള കാരണം വെള്ളം കുടിക്കായിട്ടാണ്. ഒന്ന്, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിർജ്ജലീകരണം ഉണ്ടായിട്ട് പ്രശ്നം വരും. 2, മൂത്രക്കടച്ചിൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും. കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. ചൂട് തട്ടുമ്പോൾ സ്കിന്നിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചൂടുള്ള തലവേദനയും അതുപോലുള്ള രോഗങ്ങളും ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് കഴിയുന്നത്ര പച്ചവെള്ളമെങ്കിൽ പച്ചവെള്ളം, അല്ല ചുടുവെള്ളം വേണമെങ്കിൽ അതെടുത്ത് കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പറയാനുള്ളത്, ഹറമിൽ വെള്ളം വെച്ചിരിക്കുന്ന, ഇത് ഞാൻ മുഴുവൻ പറയുന്നത് ഞാനൊരു സങ്കടത്തോട് കൂടിയിട്ടാട്ടോ. ഒരുപാട് അവിടെ എത്തണേ എന്നുള്ള ഒരാഗ്രഹവും പ്രാർത്ഥനയും, എന്നാൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരിതിലും പോയവരുടെ അനുഭവത്തിൽ നിന്ന് KMCC പ്രവർത്തകരുടെയുമായിട്ട് സംസാരിച്ച്, ഹജ്ജ് വളണ്ടിയർമാരുമായിട്ട് സംസാരിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരുപാട് പേർക്ക് ഹജ്ജിന് പോകുമ്പോൾ മരുന്നും ക്യാമ്പുകളും ഒക്കെ നടത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിലപ്പോൾ തെറ്റുകളും ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർവ്യാജം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, തിരുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, വെള്ളം തണുത്തത് മാത്രമേ കിട്ടിയതുള്ളൂ, അവിടെ തണുത്തത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, ഇവിടെ തണുത്തത് ഉണ്ടാകും, സാധാ വെള്ളം ഉണ്ടാകും, ചുടുവെള്ളം ഉണ്ടാകും. ഫിൽറ്റർ പല ഭാഗങ്ങളിൽ പല രൂപത്തിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അന്വേഷിച്ചാൽ മതി. ചിലരെന്തായിരിക്കും ഇതേ ഇവിടെ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് തീരെ തണുത്തോ ഫ്രിഡ്ജിലോ ഉള്ള വെള്ളം ഉപയോഗിക്കാത്ത ആളുകൾ അത് കുടിച്ച് ജലദോഷവും തൊണ്ടവേദനയും ശബ്ദം പോവലും പനിയും കഫക്കെട്ടൊക്കെ ആക്കിയിട്ട് വരലുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കയ്യിൽ കരുതുക, അതല്ലെങ്കിൽ ഈ തണുത്ത വെള്ളം നന്നായിട്ട് ശീതീകരിക്കാത്ത വെള്ളവും അവിടെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഹദിയായിട്ട് പലരും കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുമ്പോൾ ഞാൻ പോവാത്തതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. എന്നാൽ രോഗികൾ ഓരോരുത്തർ അവിടെ തണുത്ത വെള്ളമേ കിട്ടുള്ളൂ, ജലദോഷമായി എന്ന് പറഞ്ഞ് അവരെ ചികിത്സിച്ചിട്ടുള്ള അനുഭവവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവുള്ളവർ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി നമ്മളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നല്ല രൂപത്തിൽ ഹജ്ജിന് പോയി വരാനുള്ള അറിവുകൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി പറഞ്ഞു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കണം. ഇനി മൂന്നാമത് ചെയ്യാനുള്ളത്, ഇവിടുന്ന് പോകുമ്പോൾ മരുന്നുകളെല്ലാം നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുള്ളത് കരുതുക. കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് ഭക്ഷണം അവിടുന്ന് പാകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് അവസാനമായിട്ടാണ് അനുവാദം കിട്ടിയത്. കുറേ ആളുകൾ ഇടപെട്ട് അങ്ങനെ കിട്ടിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഇപ്പോൾ അനുവാദമില്ല. അവസാനം അനുവാദം കിട്ടാം, കിട്ടാതിരിക്കാം. കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ച് സംഗതികൾ കരുതണം. പണ്ട് ഒരു കഞ്ഞി വെക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വയസ്സായ ആൾക്കാർക്കൊക്കെ എന്ത് അസുഖം വന്നാലും എത്ര ക്ഷീണിച്ചാലും ഒരു കഞ്ഞി കുടിച്ചാൽ പ്രശ്നം തീരും. ചിലപ്പോൾ അങ്ങനെ അവിടെ കഞ്ഞി ഉണ്ടാക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം വരികയാണ്, വിശക്കുകയാണ്, ഭക്ഷണം കേടുവരാത്ത ഭക്ഷണങ്ങൾ കുറച്ച് നമ്മൾ കരുതി വെക്കണം. അത് ഒന്ന് നമുക്ക് അവിൽ കരുതുക. അവിലുണ്ടല്ലോ, അരി ഇടിച്ചിട്ട് നെല്ല് കുത്തിയിട്ട് ഉണ്ടാക്കുന്ന അവിൽ. ആ അവിലൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് ഉറക്കാതെ നോക്കണം. എന്നാലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ തരുന്ന ഭക്ഷണം നമുക്ക് പറ്റാതിരിക്കുകയോ ഭക്ഷണം കിട്ടാൻ വൈകുകയോ, അപ്പോൾ ചിലപ്പോൾ ഒരു യാത്രയിൽ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയ, അല്ലെങ്കിൽ വൈകി, അല്ലെങ്കിൽ ആരെങ്കിലും തെരഞ്ഞു പോയി, വാഹനം പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, കൂടെ ഉള്ള ഒരാളെ കാണാനില്ലാതെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൂടെ ഉള്ളവർക്ക് ഭക്ഷണം റൂമിലുണ്ടാവും, പക്ഷെ അതുവരെ കഴിക്കാനുള്ള കയ്യിൽ ഇങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് അവിൽ പോലുള്ളത് ഉപയോഗിക്കാം. പക്ഷെ അവിൽ ചില ആളുകൾക്ക്, പൈൽസ് പോലുള്ള ആളുകൾക്ക് മലബന്ധം ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഫിഷർ പോലുള്ള രോഗങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക,
അതും ഒന്ന് ശ്രദ്ധിക്കുക. എന്താവരുത്, വല്ലാതെ അത് കഴിച്ചിട്ട് മലബന്ധം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നട്ട്സ് കൊണ്ടുപോവുക. സാമ്പത്തികമായിട്ട് എത്രത്തോളം കഴിയുമെന്നറിയില്ല, എങ്കിലും ഒരുവിധം കേസിൽ നിങ്ങൾക്ക് ബദാം കൊണ്ടുപോവുക, അണ്ടിപ്പരിപ്പ് കൊണ്ടുപോവുക. ഇതെന്താവില്ല, കടലകൾ കൊണ്ടുപോവുക. ഇത് ഗ്യാസ് കയറില്ല എന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നിങ്ങൾക്കിത് കേടുവരില്ല, വലിയ ഭാരം അതിനില്ല, വെള്ളമൊന്നും വേണ്ട, ആവശ്യത്തിന് ഇത് കഴിക്കുകയും ചെയ്യുക, വലിയ അപകടങ്ങൾ ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ ഉണക്കമുന്തിരി കൊണ്ടുപോവുക, അത്തിപ്പഴം ഉണക്കിയത് കൊണ്ടുപോവുക, കാരക്ക, തമർ അവിടെ ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് അത് പെട്ടെന്ന് എനർജി കിട്ടാനുള്ളൊരു സോഴ്സാണ്. പക്ഷേ ഷുഗർ ഉള്ളവർക്കാണ് പ്രയാസം വരിക. ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് വിശപ്പ് മാറാനും ശോധന കിട്ടാനും പെട്ടെന്ന് കയ്യിൽ കരുതാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഫ്രൂട്ട്സ്, നമുക്കിപ്പോൾ ഇവിടുന്ന് ഫ്രൂട്ട്സ് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അവിടെ കിട്ടും. സാധാരണ വത്തക്കയാണ് കൂടുതലായിട്ട് ഈസി ആയിട്ട് കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം സംഗതികൾ പലരും എന്ത് ചെയ്യും, ഷുഗർ ഉള്ളവർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലാത്തവർ നാച്ചുറലായിട്ട് കിട്ടുന്ന സംഗതിയാണത്. ഇനി അവിടെ എത്തിയിട്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ വെള്ളം കുടിക്കാൻ പറഞ്ഞു, അവിടെ എത്തിയാൽ പലപ്പോഴും ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 റിയാലിൻ്റെ 2 റിയാലിൻ്റെ നമ്മുടെ കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന രീതി പരമാവധി ഒഴിവാക്കുക. ഇത് യുവാക്കളിലാണ് കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 50 വയസ്സൊക്കെ എത്തിയവരിൽ അതങ്ങനെ സുലഭമായിട്ട് കിട്ടുമ്പോൾ അതങ്ങനെ കുടിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓരോന്ന് കുടിക്കും. അത് ഒന്ന്, അതിലുള്ള ഷുഗർ, അതിലുള്ള കളറ്, അതിലുള്ള ഗ്യാസ്, അതിലുള്ള തണുപ്പൊക്കെ അപകടം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് എപ്പോഴും ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത്തരം വെള്ളങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇനി അതേപോലെ തന്നെ മാംഗോ ഫ്രൂട്ടി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അങ്ങനത്തെ ഫ്രൂട്ട് ഡ്രിങ്ക്സ്, അത്തരം സംഗതികളും പരമാവധി ഒഴിവാക്കുക. എന്താണെങ്കിലും നാച്ചുറലായിട്ടുള്ളതിൻ്റെ അത്ര ഗുണം ടിന്നിലുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അവിടെ എത്തിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തി ശുചിത്വം ശരിക്കും ശ്രദ്ധിക്കുക. പലർക്കും യൂറോപ്യൻ ക്ലോസറ്റ് ആദ്യമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, അത് അറിയണ്ടാവില്ല, ഇവിടെ അങ്ങനെയുള്ളൊരു ശീലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുടെ ഉപയോഗം ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കുക, ചെരുപ്പ് ബാത്റൂമിലേക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ടൈലായിരിക്കും, നല്ല വൃത്തിയുള്ള പോലെ തോന്നും, നമ്മളെ വീട്ടിലത്തെ ഉപയോഗം പോലെ ആയിരിക്കും നമുക്ക് റൂം തോന്നുന്നത്. നമ്മൾ എന്താ കരുതുക, മക്കയല്ലേ, പരിശുദ്ധമായ സ്ഥലമല്ലേ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ഹോട്ടലുകൾ പലരും ഉപയോഗിക്കുകയും പല രോഗങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പകർച്ചവ്യാധിക്കുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടർക്കി ആണെങ്കിലും ടവലാണെങ്കിലും മുണ്ടാണെങ്കിലും വേറെ ആരും ഉപയോഗിക്കാതെ നന്നായിട്ട് ഉണക്കി വൃത്തിയാക്കി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇന്നർ വെയേഴ്സ് നന്നായിട്ട് വിയർക്കും. അങ്ങനെ വിയർക്കുന്ന കേസുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള ചൊറിച്ചിൽ പോലുള്ളവ വരാതിരിക്കാൻ നന്നായിട്ട് തിരുമ്പി ഉണങ്ങിയത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആവശ്യത്തിന് കരുതുക, കോട്ടൺ വസ്ത്രങ്ങൾ കരുതുക. പിന്നെ ചൂടിൻ്റെ കാര്യം പറഞ്ഞു, നല്ല ചൂടേക്കാരം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട ഉപയോഗിക്കാം. അതന്നെ നിങ്ങൾക്ക് തണുപ്പ് കിട്ടുന്ന വെയിറ്റ് കുറവുള്ള കുടകൾ ഉപയോഗിക്കാം, അത് കരുതി വെക്കാം. അതല്ലെങ്കിൽ തൊപ്പി ഉപയോഗിക്കാം. കാരണം ഹറമെന്ന റൂമിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് വാഹനത്തിലേക്കൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഇത് വരാം. കൂളിംഗ് ഗ്ലാസ്സുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കെർച്ചീഫോ ടവലോ ടർക്കിയോ എന്തെങ്കിലും എടുത്തിട്ട് ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. ഉച്ചക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയേയില്ല. അതേപോലെ തന്നെയാണ് രാവിലെ പോലും നല്ല വെയിലായിരിക്കും, നമുക്ക് ശീലമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ കുട പോലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ പോലുള്ള സംഗതികൾ കൊണ്ട് ഇത് പരമാവധി എന്ത് ചെയ്യുക, ഈ ചൂടിനെ നേരിട്ട് ചൂടേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. 2 നേരം കുളിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതുപോലെ ചൂട് എന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഡോക്ടർ എന്നുള്ള അനുഭവത്തിൽ ഒരുപാട് പേരെ ചികിത്സിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ നാട്ടുകാർക്ക് ചൂടല്ല പ്രശ്നം, തണുപ്പാണ് പ്രശ്നം. ചൂടൊക്കെ ഓൾമോസ്റ്റ് ഇവിടെയും കുറേയൊക്കെ ഉള്ളതുകൊണ്ട് അത്ര തന്നെ ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ തണുപ്പ് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ചൂട് രാജ്യമാണെങ്കിലും എയർപോർട്ട് മുതൽ റൂം മുതൽ ഹറമിൻ്റെ ഉള്ളു മുതലാണെങ്കിൽ എല്ലാം ശീതീകരിച്ചതായിരിക്കും. അങ്ങനെ ശീതീകരിച്ച കാരണത്താൽ നല്ല തണുപ്പേക്കാരം. ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് ഈ പൊരുവേലത്തേക്ക് ഇറങ്ങും, പൊരുവേലത്തു നിന്ന് വേഗം വീണ്ടും എ സിയിലേക്ക് കയറും. അത് അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഇപ്പോൾ പോവല്ലേന്ന് തണുപ്പുള്ള റൂമിൽ ഇരുന്നിട്ട് തീരുമാനിച്ച് ഒറ്റയടിക്ക് പുറത്തിറങ്ങാതെ റൂമിൻ്റെ ലോബിയിൽ എ സി ഇല്ലാത്ത ഭാഗത്ത് മെല്ലെ മെല്ലെ ഇരുന്ന് ശരീരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എ സിന്ന് ചൂടുക്ക് വരാതെ എ സിന്ന് എ സി ഇല്ലാത്ത പെരും ചൂടില്ലാത്ത സ്ഥലത്തേക്ക് വരിക. എന്നിട്ട് മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുക. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒറ്റയടിക്ക് ചൂടുന്ന് അങ്ങ് കയറുന്നതിന് പകരം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് കയറാൻ ശ്രദ്ധിക്കുക.
പിന്നെ തണുത്ത വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വല്ലാതെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ട്, പനി ഇത്തരം സംഗതികളിലേക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചിലർക്ക് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വേണ്ടി വരും. ചിലർക്ക് തണുത്ത വെള്ളം പറ്റില്ല. അത്തരം ആളുകൾ കുറച്ചെങ്കിലും വെള്ളം കരുതി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. മിക്കവാറും ഫിൽറ്ററുകളിലൊക്കെ ചൂട്, തണുപ്പ്, പച്ചവെള്ളം ഇത് വേറെ വേറെ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങൾ സംഭരിച്ച് വെക്കുക. പിന്നെ നിങ്ങളെപ്പോഴും കയ്യിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ തന്നെ ഉറക്കം പെട്ടെന്ന് കിടക്കാനുള്ള അത്തരം സംഗതികളൊക്കെ ഒന്ന് കരുതി വെക്കുക. ചില സാഹചര്യങ്ങളിൽ നമുക്ക് രാത്രിയാവുകയും ഉറക്കം കിട്ടാതിരിക്കുകയും ഉറക്കം വരികയും ഇങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ചാൽ ഉറക്കം കിട്ടുകയും ചെയ്യും. വയസ്സായ ആളുകൾക്ക് അവരുടെ ആ ഒരു സമയമോ റുട്ടീനോ തെറ്റിക്കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ആ ദിവസം പ്രത്യേകിച്ച് ഇപ്പോൾ മിന പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ പ്രധാന കർമ്മങ്ങളുള്ള ദിവസങ്ങളിൽ ആ ഒരൊറ്റ ഉറക്കം പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും കൂടുതൽ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഉറക്കം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കാരണം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇതാ ഫോൺ വിളിക്കണു വിവരം അറിയാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്ന ഒരു ഉപ്പാപ്പാനെ വിളിച്ചുണർത്തിയാൽ നാട്ടുകാർക്ക് എന്തായിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 മണിയാകുമ്പോൾ ഇവിടെ സുബൈക്ക് നീച്ച് നിസ്കരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ രാവിലെ വിവരം അറിയാൻ വിളിക്കും. ഈ പാവം രാത്രി വന്നൊന്ന് കിടന്നതായിരിക്കും. പിന്നെ അവർക്ക് ഉറക്കം കിട്ടില്ല. അപ്പോൾ പരമാവധി അതല്ലെങ്കിൽ റൂമിൽ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ലൈറ്റ് ഇട്ടിട്ടും നിങ്ങൾ അനാവശ്യമായിട്ട് കുപ്പായം മാറ്റി ബാത്റൂം തുറന്ന് അവരെ ശല്യപ്പെടുത്തി ഫോണിൽ ശബ്ദിച്ചതാക്കി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കുക. കാരണം അവരുടെ ഉറക്കം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന വരുന്നവരുണ്ടാകും, BP കൂടുതൽ നേരം ഉണ്ടാകും, അതല്ലെങ്കിൽ രാവിലെ തലമിന്നൽ വരുന്നവരുണ്ടാകും. പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ റൂമിലുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. മറ്റുള്ള വയസ്സായ ആളുകളെ കൂടെ പരിഗണിക്കുക. കാരണം ഹജ്ജ് എന്നുള്ളത് ഒരു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കൂടി ആരാധനയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് പേര് പിന്നെ ആവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിലുള്ള പ്രയാസങ്ങളാണ്. പലർക്കും മാനസികമായിട്ടുള്ള പ്രയാസമാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വീട്ടിലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളെന്തായി, കുട്ടികളെന്തായി എന്നുള്ള ചിന്തകൾ, ഇതൊക്കെ വയസ്സായ ആളുകൾക്ക് കിട്ടും. തീർച്ചയായും ഒരു ഇബാദത്ത് ആരാധനയായിട്ട് പോകുന്ന ആളുകൾ മരണം വന്നാലും സന്തോഷത്തോടെ അത് വരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ചിലത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പോകുന്ന ആളുകൾക്ക് അവർക്ക് എഫക്റ്റീവാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ അത്രയും ക്ഷമയോടെയാണ് പോകുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മാനസികമായിട്ട് ഒരു സമ്മർദ്ദം പോകുന്നവർക്ക് ഇല്ലാതെയാക്കുക. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പൊരുത്തപ്പെടിപ്പിച്ച് പോകണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ മെഡിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. കുറേ മാനസികമായിട്ട് കുറേ ടെൻഷൻ അവിടെ അത് ഇത് എന്നാലോചിച്ച് പോവുകയാണെങ്കിൽ അത് രോഗം വരാനും ആരാധനാ കർമ്മങ്ങൾ ശരിക്കും ചെയ്യാൻ കഴിയാതിരിക്കാനും കാരണമാവും. പിന്നെ അതുപോലെ തന്നെ വയസ്സായവർ ചെയ്യേണ്ടത് നടത്തത്തിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. ചിലയിടത്ത് എന്തുണ്ട്, വീൽ ചെയർ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ട പലയിടത്തും കിട്ടും, എയർപോർട്ടിലടക്കം. അതല്ലെങ്കിൽ ആരാധന ചെയ്യുന്നതിലേക്കുള്ള യാത്രയിലടക്കം ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കാതിരിക്കരുത്, അത് ചോദിക്കുക. അതിനുള്ള വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് തരും, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് സ്നേഹത്തോടെ ഓർക്കാൻ കഴിയുന്ന, മറക്കാതെ ഞാൻ ഓർക്കുന്ന 2 പേരുണ്ട്. ഒന്ന് എൻ്റെ ഉമ്മ 94 96 ഹജ്ജിന് പോകുന്നത് ആദ്യമായിട്ട്. അന്നത്തെ അനുഭവത്തിൽ അവർക്ക് പോയപ്പോൾ ചെരുപ്പ് ഇടാൻ സ്ഥലം ഒന്നും ഉണ്ടായിരുന്നില്ല. ചെരുപ്പ് ഊരി വെക്കും, തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അന്ന് ഉമ്മ, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആര് ഹജ്ജിന് പോവുകയാണെങ്കിലും അവർക്ക് ഉമ്മ സഞ്ചിയിൽ ചെരുപ്പിടാനുള്ളൊരു സാധനം തുന്നിക്കൊടുക്കും. എനിക്കെന്നെ ഓർമ്മയുണ്ട്, ഞാൻ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സൈക്കിളിമേ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും, പക്ഷെ ഉമ്മ അത് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും. ഉമ്മ അങ്ങനെയൊക്കെ ചെയ്തത് പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് ആണ് ഇത് പറയുന്നത്. ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞാനിത് പറയാനുള്ള ചേതോ വികാരം ഉമ്മ അന്ന് പഠിപ്പിച്ചു തന്നാണ്. ഉമ്മക്ക് തുന്നലറിയാം, ഉമ്മ അത് ചെയ്തു കൊടുത്തു. എനിക്ക് മെഡിസിനാണ് അറിയാം, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത് ഞങ്ങളുടെ നാട്ടിലെ PC പൊതുവാച്ചോല മുജീബ് കാക്ക, അവരത് പറയുന്ന അനുവാദം ഞാൻ അവരേക്കൊന്ന് വാങ്ങിച്ചിട്ടില്ല. അവർ വോളണ്ടിയറായിട്ട് എല്ലാ സമയവും അവിടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അവരെൻ്റെ നമ്പർ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആര് പോവുകയാണെങ്കിലും PC മുജീബ് എന്ന് പറഞ്ഞാൽ മക്കയിൽ അറിയാത്ത ആളുകളില്ല. അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്, ഞാൻ പോവാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ പരമാവധി നമ്മളുടെ ഹാജിമാർക്ക് ആരോഗ്യപ്രദമായിട്ട് ഹജ്ജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എത്തിക്കുക. എല്ലാ പ്രാർത്ഥനകളും
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടേതായിട്ടുണ്ടാകും. എല്ലാ പിന്തുണയും സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.